ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിനും വിമർശനത്തിനും ചർച്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. എത്രയും ചർച്ച ചെയ്യാം, ഞങ്ങളെല്ലാം കേരളത്തിൽ ബാക്കി നിൽക്കുന്നവരല്ലേ. പുനരധിവാസത്തിൻ്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. പുനരധിവാസത്തിൽ ചൂരൽമലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും. ഈ പറയപ്പെട്ട എല്ലാ അനുഭവങ്ങളുടെയും, സുനാമി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ കെട്ടുറപ്പോടെ സ്ഥായിയായി ഇനി മാറേണ്ടാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് വേരുകൾ എത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ളൊരു പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുന്നു. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഓരോ ദിവസവും അതങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനാകില്ല. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ആയിരിക്കും അതിലുണ്ടാവുക. ചൂരൽമലയിലെല്ലാം നമ്മൾ അന്വേഷിച്ച് തീർന്നില്ലല്ലോ, നമുക്കതിലേക്ക് നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പറയാം. നമ്മൾ ഈ ഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ പേടിച്ച്, അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ക്യാമ്പുകളിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പെട്ടിമുടി അവതരിപ്പിക്കേണ്ട ഘട്ടമാണോ ഇത് എന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ആ ഘട്ടമല്ല. അത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി തീർക്കാം. ആരെയും ഞങ്ങൾ അനാഥരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് കരുതി. ഇന്നലെ ബറിയിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ പോകുന്ന കാലുകളിലൊന്ന്, കൈകളിലൊന്ന്, മുഖങ്ങളിലൊന്ന്, കിഡ്നിയിലൊന്ന്, ഹൃദയത്തിലൊന്ന് എൻ്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ അച്ഛൻ്റെയോ അനിയൻ്റെയോ ആകുമെന്ന് കരുതി തൊഴുത് നമിച്ച് നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മൾ കണ്ടില്ലേ. ആളുകൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പഴയ കഥയിലേക്ക് ഇപ്പോൾ നമുക്ക് സാധ്യതയില്ല. ചൂരൽമല പൂർണ്ണമാണ്. ഇന്നലത്തോടുകൂടി ബറിയിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം നമ്മൾ പിന്നിട്ടു. കൽപ്പറ്റയിൽ ആദ്യം 3 പിന്നെ 2, 5 എണ്ണം. അത് കഴിഞ്ഞ് നമ്മുടെ പുത്തുമല ഇന്നലെ നടന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ മിനിഞ്ഞാന്ന് 8 ബോഡികൾ. ഇന്നലെ 31 മൃതശരീരങ്ങളും 154 പാർട്സുകളും അതെല്ലാം പൂർത്തിയായി. ഇനി ബാക്കിയുള്ളത് ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയി നമുക്ക് സംസ്കരിക്കാൻ സാധിക്കും.